ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. ഇന്ന് നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നെയ്യപ്പം എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അപ്പോൾ ഇന്ന് 27 എല്ലാവരും നെയ്യപ്പം കലത്തപ്പം ഉണ്ണിയപ്പൊക്കെ ഉണ്ടാക്കുന്ന തിരക്കിലൊക്കെ ആവൂലേ. അപ്പോൾ നെയ്യപ്പം ശരിയാവാത്തവരൊക്കെ ഈ രീതിയിലൊന്ന് ചെയ്ത് നോക്കുക. അതുപോലെ ടേസ്റ്റിന് നല്ല ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് കൂടെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇനി നമുക്ക് നെയ്യപ്പം റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് മെയിനായിട്ടുള്ള നമ്മുടെ ഇൻഗ്രീഡിയൻറ്റ് പച്ചരി തന്നെയാണ്. അപ്പോൾ പച്ചരി ഞാനിവിടെ തലേ ദിവസം രാത്രി കുതിർത്ത് എടുത്തതാണ്. അപ്പോൾ 3 ഗ്ലാസ് പച്ചരിയാണ് ഞാൻ ഇതിലേക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. അതിലേക്കുള്ള അളവൊക്കെയാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ആ 3 ഗ്ലാസ് പച്ചരി നന്നായിട്ട് കഴുകിയിട്ട് ശേഷമാണ് ഞാൻ കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്കിത് ഒന്നുകൂടെ ഒന്ന് കഴുകിയിട്ട് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞിട്ട് എടുക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ശർക്കരയുടെ അളവ് കൂടെ പറയാം. അപ്പോൾ ഈ ഒരു 3 ഗ്ലാസ് അരിയിലേക്ക് ഞാൻ എടുത്തിട്ടുള്ളത് 1/2 കിലോ ശർക്കരയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് എടുക്കുക. അപ്പോൾ ഞാനിവിടെ 1/2 കിലോ ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഞാനൊരു പാത്രത്തിലേക്ക് ആക്കിയിട്ട് അത് ആദ്യം ഒന്ന് ഉരുക്കിയെടുക്കണം. അപ്പോൾ ആദ്യത്തെ നമ്മുടെ പ്രോസസ്സ് ഇതാണ്, ഇത് ഉരുക്കിയെടുക്കുന്ന പ്രോസസ്സാണ്. അപ്പോൾ അത് കുറച്ച് വെള്ളത്തിൽ, വളരെ കുറച്ച് മാത്രം വെള്ളത്തിൽ നമുക്കിതൊന്ന് ഉരുക്കിയെടുക്കാം. വെള്ളം കൂടി പോവേണ്ട, വളരെ കുറച്ച് മാത്രമേ, ഏകദേശം ഒരു 1/2 കപ്പ് 1/4 കപ്പോളം വെള്ളം മതി. ഈ ശർക്കര നന്നായിട്ട് ഉരുക്കിയതിന് ശേഷം ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കണം കേട്ടോ. ഇനി നമുക്കിത് അരച്ചെടുക്കാം. അപ്പോൾ ഞാൻ ശർക്കര പാനിയൊക്കെ നന്നായിട്ട് തണുത്ത ശേഷമാണ് അരച്ചെടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അത് തണുത്ത് അതിൽ നിന്ന് അത് അരിപ്പയിലൂടെ അരിച്ചെടുത്തിട്ടുള്ള ശർക്കര പാനിയാണ്. പിന്നെ നമ്മുടെ സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ഇതാണ്. ഞാനിവിടെ 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ, തേങ്ങ ചിരവിയത്. അപ്പോൾ അതാണ് ഇതിൻ്റെ ടേസ്റ്റിന് നല്ല അടിപൊളി ടേസ്റ്റ് ആക്കുന്നത്. പിന്നെ ഒരു 4 ഏലക്കായ കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ശർക്കര നന്നായിട്ട് തണുത്തതിന് ശേഷം നമ്മളിത് അരച്ചെടുക്കാൻ പോവുകയാണ്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ അതിൽ അരിച്ചെടുക്കാനും മറക്കരുത്. ശർക്കരയിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും, അപ്പോൾ അതൊക്കെ അരിച്ചെടുക്കാനും മറക്കരുത്. ഇനി നമുക്കിത് അരച്ചെടുക്കാം. അപ്പോൾ ഞാനിത് എങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ പകുതിയായിട്ടാണ് ഞാൻ അരച്ചെടുക്കാറ്. അഥവാ പകുതി അരി ശർക്കരപ്പാനിയിലും പകുതി അരി നോർമൽ വാട്ടറിലുമാണ് അരച്ചെടുക്കാറ്. ശർക്കരപ്പാനിയിൽ നമ്മൾ അരി അരച്ചെടുക്കുന്ന സമയത്ത് അത് ശരിക്കും അങ്ങോട്ട് അരഞ്ഞു കിട്ടില്ല, ഒരു ചെറിയ തരി ഉണ്ടാവും. അപ്പോൾ നമ്മുടെ നെയ്യപ്പത്തിന് കുറച്ച് തരിയും വേണം, എന്നാൽ നല്ല അരയും വേണം. ആ രീതിയിലാണ് നമുക്ക് വേണ്ടത്. അരിയെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം പകുതി അരിയാണ് കേട്ടോ. പകുതി അരിയെല്ലാം അതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള തേങ്ങ ഉണ്ടല്ലോ, ആ തേങ്ങയും കംപ്ലീറ്റ് ആയിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ഏലക്കായ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് നമ്മുടെ ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഞാൻ ശർക്കരപ്പാനി ഒഴിച്ചപ്പോൾ പിന്നെ എനിക്ക് തോന്നി ഇതിൻ്റെ ജാറൊന്ന് മാറ്റിയാലോ. എന്താ വെച്ചാൽ അത് 3 ഗ്ലാസ് അരി ഉണ്ടല്ലോ, അപ്പോൾ 2 തവണയായിട്ട് ഇതിൽ അരച്ചെടുക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ വലിയ ജാറിലാകുമ്പോൾ 2 തവണയായിട്ട് അരച്ചെടുക്കാമല്ലോ എന്നുള്ള രീതിയിൽ ഞാൻ ഇതിൻ്റെ ആ ഒരു ജാറൊന്ന് മാറ്റുന്നുണ്ട്. അപ്പോൾ വലിയ ജാറിലേക്ക് ഇത് കംപ്ലീറ്റ് ആയിട്ടൊന്ന് ട്രാൻസ്ഫർ ചെയ്തിട്ടാണ് പിന്നീട് അരച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനതെല്ലാം വലിയൊരു ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ പകുതി അരി കംപ്ലീറ്റ് ഇതിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം ശർക്കരപ്പാനി മൊത്തത്തിൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ബാക്കിയുള്ള അരിയിലേക്ക് നോർമൽ വെള്ളം ചേർത്തിട്ടാണ് അരച്ചെടുക്കുക. അപ്പോൾ ശർക്കരപ്പാനി മൊത്തം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത ശേഷം ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഞാനിത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ലൂസ് നോക്കുക, അതിൻ്റെ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി നോക്കിയിട്ട്. അപ്പോൾ ഇത് കുറച്ച് ലൂസിലാണ് ഇരിക്കുക, അപ്പോൾ അതിനനുസരിച്ച് വേണം രണ്ടാമത്തെ മാവ് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് കണ്ടോ, ചെറിയ തരിയോട് കൂടിയിട്ടുള്ള ബാറ്ററാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് വേണ്ടത് കേട്ടോ. പിന്നെ ഇതാ നമുക്ക് അടുത്ത ബാച്ചും ഇതുപോലെ അരച്ചെടുക്കാം. സെയിം ജാറിൽ തന്നെ ബാക്കിയുള്ള അരിയെല്ലാം ഇട്ട് കൊടുക്കാം. അപ്പോൾ തേങ്ങയും ഏലക്കായും അതൊക്കെ നമ്മൾ ഓൾറെഡി എല്ലാം മറ്റേ ആദ്യം അരച്ചതിലേക്ക് ചേർത്ത് കൊടുത്തത് കൊണ്ട് തന്നെ പിന്നെ അത് ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതിലേക്ക് വളരെ കുറച്ച് മാത്രം വെള്ളം ചേർത്തിട്ട് നമുക്കത് അരച്ചെടുക്കാം. വെള്ളത്തിൻ്റെ അളവ് കറക്റ്റ് ഒന്നും പറയുന്നില്ല. അപ്പോൾ അത് നന്നായിട്ട് ഫൈനായിട്ടൊന്ന് അരഞ്ഞു വരുന്ന സമയത്ത് നമുക്കതിലേക്കൊരു 1/4 കപ്പ് മൈദ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നല്ലൊരു സോഫ്റ്റ് കിട്ടും നമുക്ക് മൈദ ചേർക്കുന്നതുകൊണ്ട് തന്നെ. പിന്നെ 1/4 കപ്പ് മൈദ ചേർത്തിട്ട് ആ ഒരു ബാറ്റർ നമുക്ക് ഈ ഒരു മാവിലേക്ക് തന്നെ ഒഴിച്ചിട്ട് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു മൈദയുടെ അളവ് എന്ന് പറയുന്നത് 1/4 കപ്പും ഒരു 1-2 ടേബിൾ സ്പൂണൊക്കെ ആക്കാം കേട്ടോ. കൂടുതൽ 1/4 കപ്പ് പ്ലസ് 1-2 ഒക്കെ ടേബിൾ സ്പൂൺ ആക്കാം. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബാറ്ററിൻ്റെ ലൂസിനനുസരിച്ചാണ് മൈദ ചേർത്ത് കൊടുക്കേണ്ടത്. നല്ല ലൂസായി പോയിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ മൈദ ചേർത്ത് കൊടുക്കാം. നമ്മളിപ്പോൾ തവി 1/4 കപ്പ് അളവൊന്നുമില്ല എന്നുണ്ടെങ്കിൽ ഒരു തവിയൊക്കെ എടുത്ത് ചേർത്ത് കൊടുത്താലും മതി. പിന്നെ അതിലേക്കൊരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ ചെറിയ ജീരകത്തിൻ്റെ പൊടിയാണ് ചേർക്കുന്നത്. ചെറിയ ജീരകം ഇല്ലാത്തതുകൊണ്ട് ഞാൻ പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ചെറിയ ജീരകം ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. പിന്നെ അതിലേക്ക് 1 ടീസ്പൂണ്
കറുത്ത എള്ള് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊന്നും നിർബന്ധമില്ല, ചെറിയ ജീരകം മാത്രം തന്നെ മതി. അപ്പോൾ ജസ്റ്റ് ഒന്ന് കാണാനൊരു ഭംഗിക്ക് വേണ്ടി മാത്രം ഞാൻ എള്ളു കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതൊരു 1-2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഞാനൊരു 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ട്, അപ്പോൾ നമ്മൾ റെഡിയാക്കിയിട്ടുള്ള ആ ഒരു ബാറ്റർ അപ്പോഴത്തെ ആ ഒരു കൺസിസ്റ്റൻസി അല്ല ഇപ്പോൾ ഒന്നുകൂടെ തിക്കായിട്ട് വരും. അതാണ് നമ്മുടെ കറക്റ്റ് കൺസിസ്റ്റൻസി. നല്ല തിക്കായിട്ടുള്ള ഇതുപോലത്തെ ഒരു ബാറ്ററാണ് നമുക്ക് നെയ്യപ്പത്തിന് വേണ്ടത്. നമ്മൾ ഉണ്ടാക്കി വെക്കുന്ന സമയത്ത് ഇത്ര തിക്കായിട്ടുണ്ടാവില്ല, അപ്പോൾ റെസ്റ്റ് ചെയ്യുമ്പോഴാണ് ഒന്നുകൂടെ തിക്കായിട്ട് വരിക. ഇനി നമുക്ക് ഓയിൽ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് ഇതിലേക്ക് നന്നായിട്ട് ചൂടായതിന് ശേഷം മാത്രം ബാറ്റർ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഒരു തവി ബാറ്റർ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. നമുക്ക് എത്ര ഇതിന് വേണം, വലിപ്പം വേണം, അതിനനുസരിച്ച് വേണം ഒഴിച്ച് കൊടുക്കാനായിട്ട്. അപ്പോൾ ഒരു ഇരുമ്പിൻ്റെ ചട്ടിയിലാണ് ഞാൻ നെയ്യപ്പൊക്കെ ചൂടുന്ന സമയത്ത് ഇതുപോലെ ഇരുമ്പിൻ്റെ ചട്ടിയിലാവുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നമുക്ക് ഓയിൽ നന്നായിട്ട് ചൂടായ ശേഷം ഇതുപോലെ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഒഴിച്ച് കൊടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ പൊങ്ങി നമ്മുടെ ഈ ഒരു നെയ്യപ്പം വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു ഭാഗമൊക്കെ ഒന്നിങ്ങനെ കളർ ചേഞ്ചായി വരുന്നത് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. കൂടുതൽ സമയം ഇങ്ങനെ ഇട്ട് ചെയ്യും നല്ല ബ്രൗൺ കളർ, ചില ശർക്കര ഉണ്ടാവും ഒരു വെള്ള കളറുള്ള ശർക്കരയൊക്കെ, അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഓയിലിട്ട് കൊടുക്കുന്ന സമയത്ത് നല്ല കളർ കിട്ടാൻ വേണ്ടിയിട്ട് കുറേ സമയം ഓയിലിട്ട് കൊടുക്കുമ്പോൾ അത് നല്ല ഹാർഡായി പോവും. അപ്പോൾ നമ്മൾ ഈ നെയ്യപ്പത്തിനൊക്കെ എടുക്കുന്ന സമയത്ത് കുറച്ച് ഡാർക്കായിട്ടുള്ള ശർക്കര തന്നെ എടുക്കുക, നല്ല കളറിൽ കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ ചുട്ടെടുക്കാം. അടിപൊളിയായിട്ട് തന്നെ നമ്മുടെ പെർഫെക്റ്റ് നല്ല ഉള്ളിലൊക്കെ നല്ല ഇതൊക്കെ ഉണ്ടായിട്ട് നല്ല അടിപൊളിയായിട്ട് നമ്മുടെ ഇത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു നെയ്യപ്പത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മളിതിലേക്ക് ബേക്കിംഗ് സോഡ ഒന്നും ചേർക്കുന്നില്ല, അല്ലാതെ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് പൊങ്ങി വന്നിട്ട് നമ്മുടെ ഈ ഒരു നെയ്യപ്പം കിട്ടും. അപ്പോൾ ഞാൻ ഈ ഒരു നെയ്യപ്പം ഇൻസ്റ്റൻ്റ് ആയിട്ടും ചുട്ടെടുക്കാറുണ്ട് കേട്ടോ. മാവ് കൂട്ടി കുറച്ച് തിക്കായിട്ട് മാവ് കൂട്ടി അപ്പോൾ തന്നെ ചുട്ടെടുക്കാറുണ്ട്. അപ്പോഴും ഞാൻ ബേക്കിംഗ് സോഡ ഒന്നും ചേർക്കാറില്ല. അപ്പോൾ ഞാനിതൊന്ന് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു നെയ്യപ്പത്തിൻ്റെ റെസിപ്പിയാണിത്. അപ്പോൾ ഈ രീതിയിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇന്ന് തന്നെ പറ്റുന്നവർ ഇത് തന്നെ ഈ ഒരു മെത്തേഡ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. തേങ്ങയൊക്കെ ചേർക്കുന്നതുകൊണ്ട് തന്നെ നല്ലൊരു ടേസ്റ്റും ആയിരിക്കും. അങ്ങനെ ഇതുവരെ ചേർക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്